മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വിപദോ നൈവ വിപദ സമ്പദോ നൈവ സമ്പദ വിപദ് വിസ്മരണം വിഷ്ണു സമ്പത് നാരായണ സ്മൃതി. ഹരി ഓം. കൃഷ്ണ സങ്കല്പത്തെക്കുറിച്ച് നിങ്ങളോട് കുറച്ചു സമയം സംസാരിക്കാനാണ് സ്വാമിജി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ അണുവിലും സ്ഫുരിക്കുന്ന ചൈതന്യത്തെ എങ്ങനെ, വാചാമഗോചരമായ സത്യത്തെ എങ്ങനെ, അതീന്ദ്രിയമായ ധർമ്മത്തെ ഏത് രീതിയിൽ, നിസ്തുലമായ പ്രേമത്തെ ഏത് വൈഖരികളിലൂടെ അവതരിപ്പിക്കാം എന്ന അസുലഭമായ കർമ്മമാണ് പൂർവസൂരികളായ ആചാര്യന്മാർ ശ്രീകൃഷ്ണൻ എന്ന സങ്കല്പത്തെ വെച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ഭാഗവതം ദശമസ്കന്ധമാണ് കൃഷ്ണനെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം അത് നിവൃത്തിലീലയാണ്. അതേപോലെ തന്നെ 25,000 ശ്ലോകങ്ങളിൽ മഹാഭാരതം ഹരിവംശം എന്ന പേരിൽ കൃഷ്ണന്റെ കഥകളാണ് നമുക്ക് തരുന്നത്. മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളുണ്ടെങ്കിൽ ആ 1,00,000 ശ്ലോകങ്ങളിൽ പലയിടത്തും കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഹരിവംശം വംശാനുചരിതമായി പറയുന്നത് മഹാഭാരതം മൂലത്തിൽ 25,000 ശ്ലോകങ്ങളിലാണ്. കൃഷ്ണന്റെ ഉജ്ജ്വലമായ ജ്ഞാനം നാം കേൾക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ദിവ്യമായ ലീലാമൃതം ആടുന്നത് ബാലലീലകളിലൂടെയാണ്, ഭാഗവതത്തിലും ഹരിവംശത്തിലും. ഇതിലേത് കൃഷ്ണനെ പരിചയപ്പെടണം? ഏത് തരത്തിൽ ഹൃദയത്തിലേക്ക് അടുപ്പിക്കണം? കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ ചൈതന്യാംബു ഘനാഘനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹനം എന്ന് പറയുന്ന ആ കണ്ണനെ വത്സസ്തയത്തിലൂടെ, ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ഒക്കെ പരിചയപ്പെടണമോ? പരിചയപ്പെടാൻ ഭാരതീയർക്കിന്ന് പറ്റുമോ? അപരാഭക്തിയുടെയും പരാഭക്തിയുടെയും അന്തരിന്ദ്രിയ ദൃഷ്ടികളിലൂടെ നൂറ്റാണ്ടുകളിലെ അടിമത്വവും കഴിഞ്ഞ് വിഷയകാമനകൾക്കു വേണ്ടി മത്സരിച്ചോടുന്ന ഒരു ജനതയ്ക്ക് ഈ രണ്ട് ഭക്തിയുടെയും അന്തരിന്ദ്രിയ ദൃഷ്ടിയിലൂടെ കണ്ണനെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കുമോ? ഈ സംശയത്തിലാണ് ഞാൻ സത്യത്തിലൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് എവിടെ തുടങ്ങണമെന്നൊരു ശങ്ക എനിക്കുണ്ട്. അതുകൊണ്ടൊരു അനുഭവകഥയിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേറൊരു സ്വാമിജിയുടെ, അദ്ദേഹം സഞ്ചാരിയായ പരിവ്രാജകനായ ഒരു യുവയോഗിയായിരുന്നു.
ശരിക്ക് സമയാചാരത്തിൻ്റെയും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും ഒക്കെ സുദൃഢവും സുവ്യക്തവുമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആ യുവാവ് അദ്ദേഹത്തിന്റെ സംസ്കാരകർമ്മം കഴിഞ്ഞ് ദീക്ഷിതനായി കഴിഞ്ഞ് പൂർണ്ണദീക്ഷിതനായി കഴിഞ്ഞ് നർമ്മദാ പരിക്രമണത്തിനും ഭാരത പരിക്രമണത്തിനും ഇറങ്ങി തിരിച്ചു. പഴയകാലത്ത് അങ്ങനൊരു ചടങ്ങുണ്ട്, സന്യാസി. നർമ്മദാ പരിക്രമണത്തിൽ വെച്ച് ഒരനുഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ ഗുരുവിനെ ചെന്ന് കണ്ട് ഗുരുവിനും ആ അനുഭവം ബോധ്യപ്പെട്ടുവെങ്കിലാണ് പൂർണ്ണദീക്ഷ നൽകുക. അത് കഴിഞ്ഞാണ് ഭാരത പരിക്രമണത്തിനുള്ള. ഭാരത പരിക്രമണത്തിൽ അയാൾ ഗോവർദ്ധനത്തിന്റെ താഴ്വാരത്തിലെത്തി. ഗോവർദ്ധനവും മധുരയും വൃന്ദാവനവും എല്ലാം കൃഷ്ണസങ്കല്പങ്ങൾ ജാജ്വല്യമാനമായി നിൽക്കുന്ന ഭൂപ്രദേശങ്ങളാണ്. നിങ്ങൾ വൃന്ദാവനത്തിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇന്നും പാലാണ് അവിടെ സുലഭം. ഞാൻ പറഞ്ഞ യുവയോഗിയും അദ്ദേഹം പറഞ്ഞ കഥയാണ്. അദ്ദേഹവും ഭാരത പരിക്രമണത്തിന്റെ ഭാഗമായി മധുരയും വൃന്ദാവനവും ഒക്കെ കടന്ന് ഗോവർദ്ധനാദ്രിയുടെ താഴ്വാരത്തിലെത്തി. ഗോവർദ്ധനം ഒന്ന് പരിക്രമണം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ഭിക്ഷുവായി എത്തിയതുകൊണ്ട് അല്പാഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ഒരു മൺകുടിലിന് മുമ്പിൽ ചെന്നു. ചെമ്പിച്ച മുടിയും വെളുത്ത ശരീരവുമുള്ള ഒരു സ്ത്രീ ഉത്തരമധുരയിലെ ഗോപാംഗനമാരുടെ വേഷത്തോട് കിടപിടിക്കുന്ന വേഷവുമായി ഇറങ്ങി വന്നു. അദ്ദേഹത്തെ ഒരു തളികയിൽ അദ്ദേഹത്തിന്റെ കാലെടുത്ത് വെച്ച് പാദപൂജയൊക്കെ ചെയ്തു, അഭിഷേകമൊക്കെ ചെയ്തു. അദ്ദേഹത്തെ പൊട്ടുതൊടിവിക്കുകയും ഒരു റിബൺ കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടി ഒരു മയിൽപ്പീലി ചൂടിക്കുകയും ചെയ്തു ആ യുവാവിന്റെ. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഭ്രാന്താണ്. ഒന്ന്, അവർ ഇന്ത്യക്കാരിയല്ല, ഒരു വിദേശ വനിത. രണ്ട്, ചെറുപ്പം. മൂന്ന്, കാണിക്കുന്നതോ ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകൾ പോലും ചെയ്യുന്ന രീതിയിലല്ലാതെ. വളരെ സംശയ ആത്മാവായി അദ്ദേഹം നിന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വിളിച്ച് കയറ്റിയിരുത്തി ഒരു ടംബ്ലർ പാല് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് നല്ല ചോദിച്ചു, ഗോവർദ്ധനത്തിന് പരിക്രമണം ചെയ്യണമെന്നുണ്ടല്ലേ? തന്റെ ഉള്ളറിഞ്ഞതുപോലെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ഉവ്വ് എന്ന് പറഞ്ഞു. പകുതി പരിക്രമണം ചെയ്താൽ വീണ്ടും ഈ മൺകുടിലിന്റെ അടുക്കലേക്ക് വരാം, മറുവശത്തു കൂടി. വീണ്ടും പകുതി ഉച്ച കഴിഞ്ഞൊന്ന് വിശ്രമിച്ചിട്ട് പോകാം, അപ്പോഴേക്ക് ഞാൻ റൊട്ടിയൊക്കെ റെഡിയാക്കി വെക്കാം, ചാവലുമൊക്കെ. അദ്ദേഹം പകുതി പരിക്രമണം ചെയ്തു വന്നു. ദക്ഷിണ ഇന്ത്യയിൽ കിട്ടുന്ന തരം ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് അവർ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും സ്വാമിജിയോട് പറഞ്ഞു, വിശ്രമിച്ചോളൂ. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഭാഷയിലെ ഗോഷ്ഠിയൊക്കെ കാണിച്ചിരിക്കുന്ന നിലയിൽ വിശ്രമിക്കുന്നത് എങ്ങനെയാണ്, വിശ്വസിച്ച് കിടക്കാവോ എന്നൊക്കെ വിചാരിച്ച് സംശയിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അവർ പറഞ്ഞു, സംശയമൊന്നും വേണ്ട, കയറി കിടന്ന് ഉറങ്ങിക്കോളൂ. ഇത് സുരക്ഷിതമായ സ്ഥലമാണ്. ഇവിടെ സജീവമായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കരുതാത്ത ഒരു ചോദ്യം അവരോട് ചോദിച്ചു, കൃഷ്ണനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാരാസൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള
പരാഭക്തിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുന്ന ആ മദാമ്മ വല്ലാതെ വാചാലയായി. ബിർള ആ കാലഘട്ടത്തിൽ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ വന്ന് ഗോപികാഭക്തിയിൽ താമസിക്കുന്നവർക്ക് ചെറിയൊരു മൺകുടിലുണ്ടാക്കി കൊടുത്ത് പശുക്കളെ കൊടുക്കും. ഇപ്പൊ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സ്വാമിജിയോട് അവർ പറഞ്ഞതായി സ്വാമിജി പറഞ്ഞു കേട്ടത്. കൃത്യമായ ഭക്തിയോടുകൂടി ഗോപികാഭാവത്തിൽ, രാധാഭാവത്തിൽ ആ പൈക്കളെയും പോറ്റി ഗോവർദ്ധനത്തോടും അതിന്റെ താഴ്വാരത്തിലെ സസ്യലതാദികളോടും നികുഞ്ചങ്ങളോടും സംസാരിച്ചും മൊഴിഞ്ഞും വഴക്കുണ്ടാക്കിയും കളിച്ചും കൃഷ്ണസങ്കല്പത്തിന്റെ കാലങ്ങളിൽ താൻ ജീവിക്കുകയാണെന്ന് അവർ പറഞ്ഞപ്പോൾ സ്വാമിജി വീണ്ടും ചോദിച്ചു, ഇത്രയൊക്കെ പഠിച്ചിട്ടോ? ഇത്രയൊക്കെ പഠിച്ച് കഴിഞ്ഞു പഠിക്കേണ്ടതാണോ കൃഷ്ണൻ? വിവരമില്ലാത്തവർക്ക് ആശ്രയിക്കാൻ ഭക്തിയുടെ ഒരു തലമെന്നതിനപ്പുറം ആഴമുണ്ടോ കൃഷ്ണന്? മഹാഭാരതം എടുത്ത് മുമ്പിലേക്ക് വെച്ച് പ്രൗഢമായ സംസ്കൃത ശ്ലോകങ്ങളെ മധുരോദാരമായി മൊഴിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, യഥോ ധർമ്മസ്തതോ ജയ എന്നെഴുതിയത് വ്യാസനാണെന്ന് നിങ്ങൾക്കറിയുമോ? പഠിച്ചവനായിരുന്നുകൊണ്ട് ആ യുവാവ് പറഞ്ഞു, അറിയും. യഥോ കൃഷ്ണസ്തതോ ജയ എന്ന് ഈ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു തവണയല്ല, അനേകം തവണ എന്ന് ആ യുവാവ് പറഞ്ഞു. അവ സംയോജിക്കുന്ന മുഹൂർത്തങ്ങൾ നിങ്ങൾക്കറിയുമോ? ധർമ്മം നിഗൂഢവും രഹസ്യവുമാണെങ്കിൽ അതിനിഗൂഢമായ ധർമ്മത്തെ എങ്ങനെയാണ് ഒരുവൻ കാണുക, മനസ്സിലാക്കുക, സ്വകീയമാക്കുക, ജീവിക്കുക? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? താനിരിക്കുന്നത് ഏതോ പാശ്ചാത്യ വനിതയുടെ മുന്നിലാണെന്ന് മറക്കുകയും യുഗങ്ങൾക്ക് പുറകോട്ട് തന്നെ വലിച്ചു കൊണ്ടുപോവുകയും തന്റെ അന്തർഗതങ്ങളിൽ എവിടെയോ വാചാമഗോചരമായ ധർമ്മത്തിന്റെ തീട്ടൂരം വാക്കുകൾ കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ആ ചെമ്പൻ മുടിയുള്ള പ്രൗഢയായ നാരിയുടെ ലോകങ്ങളിലായിരിക്കുമോ ഈ നാടാരാധിക്കുന്ന കൃഷ്ണൻ ജനിച്ചതെന്നും അവരൊരു കാലത്ത് ആ കൃഷ്ണന്റെ അവദാനങ്ങളോടൊപ്പം സഞ്ചരിച്ചുവോ എന്നും പോലും സംശയം തോന്നുന്ന രീതിയിൽ ആയമ്മ സ്വാമിജിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അതേപടി അദ്ദേഹത്തിന്റെ പ്രേമമനോഹരമായ വാങ്മയങ്ങളിലൂടെ രേഖപ്പെടുത്താൻ കഴിയായതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ടായേക്കാം.
ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞ് വളരെ ജ്ഞാനമുള്ള ധർമ്മമായ കൃഷ്ണനെ മഹാഭാരതത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് അവതരിപ്പിച്ചതിലൂടെ ജ്ഞാനമായിരിക്കും കൃഷ്ണനെന്നൊക്കെ സംശയിച്ച്, ആ അമ്മയുടെ ഉള്ളിലെന്ന് സംശയിച്ച് സ്വാമിജി ആഹാരം കഴിച്ചു എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായവും 15-ാം അധ്യായവും 18-ാം അധ്യായവും സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞതിനെ മുഴുവിപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഭക്ഷണം കഴിഞ്ഞു വന്നിരുന്ന് അദ്ദേഹത്തിന് കിടക്കണമെന്ന് തോന്നിയില്ല. അവരോട് വീണ്ടും ചോദിച്ചു, അപ്പോൾ കൃഷ്ണൻ ജ്ഞാനമാണല്ലേ? അവരുടെ മനസ്സ് പെട്ടെന്ന് പോയത് വളരെ ശൈശവത്തിന്റെ ലീലകളിലേക്കാണ്. വെണ്ണ കട്ടു തിന്നുകയും ഗോപാംഗനമാരുടെ വസ്ത്രങ്ങളെ മോഷ്ടിക്കുകയും രാസക്രീഡയാടുകയും വത്സസ്തേയം നടത്തുകയും ഗോവർദ്ധനോദ്ധാരണം നിർവഹിക്കുകയും ചെയ്ത ലോകങ്ങളിലൂടെ സ്വാമിജി അന്ന് പറഞ്ഞത് മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. ഗോവർദ്ധനോദ്ധാരണം മാറ്റിവെച്ച് നമുക്ക് ആദ്യം നോക്കാമെന്നായ അമ്മ പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയത് കൃത്യമായ ബാല്യകുസൃതികളുടെ ലോകങ്ങളിലേക്കാണ്. പ്രേമം ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നത് ശൈശവത്തോട് മാത്രമാണെന്നാണ് ആ അമ്മയുടെ പക്ഷം. ശരിയല്ലെന്ന് നിങ്ങൾ പറയുമെന്ന് തോന്നുന്നു. ശരിയല്ലെന്ന് നിങ്ങൾ പറയുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ കാമുകന് കാമുകിയോടോ ഒക്കെ തോന്നുന്ന വികാരത്തെ പ്രേമമെന്നാണ് വിളിക്കുന്നത്. ആ അമ്മയുടെ ഭാഷ കർക്കശമായിരുന്നു. അത് കാമമാണെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ യോജിക്കാൻ ഇടയില്ലെന്ന് വിചാരിക്കാം. കാമസ്പർശമില്ലാതെ കാമുക വികാരങ്ങളോ ഭാര്യാഭർത്തൃ വികാരങ്ങളോ ഇല്ലെന്നാണ് ആ അമ്മ പറഞ്ഞത്. അവയിൽ പ്രേമത്തെ ചേർത്തത് കൃഷ്ണനും കൃഷ്ണസങ്കല്പവും വന്നതിനു ശേഷം മാത്രമാണെന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് പലപ്പോഴും വാക്കുകളിൽ പ്രേമവും ജീവിതത്തിലും വഴക്കുകളിലും കാമവും നിലനിൽക്കുന്ന അർദ്ധശൂന്യമായൊരു ജീവിതമായി ഇത് അധപ്പതിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചുവെന്നാണ് കഥ. ഒരിക്കലും ഒരു പാശ്ചാത്യ വനിത പറയില്ലാത്ത വാക്കുകളിലൂടെ അവർ പറഞ്ഞത് ശൈശവത്തിൽ തോന്നുന്നതും ശൈശവത്തോട് പ്രകൃതിക്കാകെ തോന്നുന്ന വികാരമാണ് പ്രേമമെന്നാണ്. അത് നിസ്തുലമാണെന്നാണ്. ഈ ഗോവർദ്ധനവും വൃന്ദാവനവും കാളിന്തിയും ഉത്തരമധുരയും ആ പദമുന്നിയ സമസ്ത ഹൃദയങ്ങളും
പ്രേമപ്രഹർഷത്തിൽ ആണ്ടിട്ടുണ്ടെന്നും ആ പ്രേമം അനുഭവിച്ചാൽ ഒരു കാമവും ബാക്കിയുണ്ടാവില്ലെന്നും ആയിരുന്നു അവരുടെ വാദം. കൃഷ്ണനെ കണ്ടിട്ടില്ലാത്ത, കൃഷ്ണന്റെ അവദാനങ്ങളെപ്പറ്റി കേട്ടിട്ടില്ലാത്ത, പാശ്ചാത്യവും പൗരസ്ത്യവുമായ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ലോകങ്ങളിൽ ഇളകി മറിഞ്ഞു ജീവിച്ച താൻ ഒരു പാശ്ചാത്യൻ തർജ്ജമ ചെയ്ത ഗീതയുടെ ആംഗലേയ വിവർത്തനത്തിൽ നിന്ന് കേട്ടറിഞ്ഞ ആചാര്യനായൊരു കൃഷ്ണനെ തേടിയുള്ള തന്റെ യാത്രയുടെയും ആ കൃഷ്ണന്റെ അവദാനങ്ങൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് അതിന്റെ സ്പന്ദനം ഏറ്റുവാങ്ങാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി സഞ്ചരിക്കുന്ന സഞ്ചാര പഥത്തിലൊന്നാണ് ഈ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലെ ജീവിതമെന്ന് അവർ പറഞ്ഞപ്പോൾ ആ യുവാവിന് താൻ എന്തു തേടിയാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക വിരിമാറിലൂടെ സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോയി എന്നാണ് ആ സ്വാമിജി എന്ന് പറഞ്ഞത്. യാതൊരു ശങ്കയുമില്ലാതെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഗംഗയുടെ തീരത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പൊന്തിവരുന്ന മത്സ്യങ്ങൾക്ക് പൊരിവാരിയിട്ട് കൊടുത്ത് ഹിമവശീർഷത്തിൽ നിന്നൊഴുകുന്ന കളകൂജനം പൊഴിച്ചു വരുന്ന ഗംഗയെ നോക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഹൃദയസ്പൃക്കായ ഒരു പരിണാമത്തിന്റെ കഥയുണ്ടായിരുന്നു. ബാലഗോപാലന്റെ, മായാമയന്റെ ശൈശവ സഹജമായ നിഷ്കളങ്കമായ ക്രീഡകളുടെ ഒരു ലോകം, അതാണ് തന്നെ ഭക്തിയിലേക്ക് തിരിച്ചതെന്നും മുതിർന്നു വളർന്ന് ചമ്മട്ടിയന്തി യുദ്ധക്കളത്തിലേക്ക് എത്തിയ കൃഷ്ണനിലൂടെ അല്ലെന്നും ആ ശൈശവത്തിന്റെ നിസീമ മുഹൂർത്തങ്ങളിൽ നിന്നാണ് താൻ ഭക്തിയെ തേടി ഇറങ്ങിയതെന്നും ആ അമ്മ മൊഴിഞ്ഞു. ഒന്ന് കൂടുതലായി അവർ പറഞ്ഞു. നിസ്തുലമായ പ്രേമം ശൈശവത്തിന്റെ ലീലകളിൽ ചേരുമ്പോൾ മാത്രമാണ് ശരീരം വിട്ട് ഈശ്വരനെ തിരിച്ചറിയുന്നതെന്ന്. ശൈശവവും ശൈശവ ലീലകളും ആസ്വദിക്കാൻ അറിയാതാവുകയും അത് കണ്ടാൽ ശൈശവത്തെ ശകാരിക്കുകയും ശൈശവം വിവരക്കേടാണെന്ന് തോന്നുകയും ചെയ്യുന്ന ആധുനികതയ്ക്ക് ഈ ബാലകിശോരനെ, കണ്ണനെ ഇനി ഒരിക്കലും തിരിച്ചറിയാനാവില്ലെന്ന് ശാപവാക്കുകൾ പോലെ അവർ മൊഴിയുകയും ചെയ്തു.
ശരിയായിരിക്കുമോ? കാരണം കൃഷ്ണഭക്തിയിലായാലും സപ്താഹങ്ങളിലായാലും ഒക്കെ ഇരുന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്ക് എത്ര പേർക്ക് ഒരു കുഞ്ഞിൻ്റെ കളിയും ചിരിയും ലീലകളും ഇന്ന് ഇഷ്ടപ്പെടും? ബഹുകാര്യവ്യഗ്രരും കൃത്യനിഷ്ഠയിലൂടെ ലോകത്തെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരും പണ്ഡിതന്മാരെന്ന് സ്വയം നടിക്കുന്നവരുമായ നമുക്ക് ഒരു കൊച്ചു കുഞ്ഞിന്റെ കേളി ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും എത്ര ദൂരെയാണ്? ചോദ്യം മനസ്സിലായില്ല. തന്റെ കുഞ്ഞിൽ, തന്റെ അടുത്ത വീട്ടിലെ കുഞ്ഞിൽ സർഗസീമകൾ ഉന്മവയ്ക്കുന്നതിന്റെ നിസ്തുലവും നിരതിശയവും നിരങ്കുശവുമായ പ്രേമം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കണ്ണനെ കാണാൻ കണ്ണുകൾ വെമ്പുമ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണ ലോകങ്ങളിലേക്ക് മാനവൻ അടുക്കുന്നതെന്ന് ഒരു പാശ്ചാത്യ നാരിയിൽ നിന്ന് കേട്ടുപഠിക്കേണ്ടി വരുന്ന ഭാരതം അതിന്റെ ഗതീയതയിൽ നഷ്ടപ്പെടുത്തിയത് അത്രയും പാരമ്പര്യ സന്ദായകമായ ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും അസുലഭവാങ്മയങ്ങളെയാണ്. സ്വാമിജിയോടൊന്ന് വിശ്രമിക്കാൻ പറഞ്ഞ് അവർ പശുവിന് കുറച്ച് തീറ്റ കൊടുക്കാനായിപ്പോയി. ഈ പറച്ചിൽ കഴിഞ്ഞ് പോയ അവർ പശുക്കുട്ടിയെ വിട്ട് കുടിപ്പിക്കുമ്പോൾ സ്വാമിജിയോട് അവർ ചോദിച്ചു, ആ കുട്ടിയെ മാറ്റി നിർത്തി നേരിട്ട് കുടിക്കണം തോന്നുന്നില്ലേ എന്ന്. സ്വാമിജിക്ക് ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ എന്ന് സംശയം തോന്നി. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും പറയുക? അവരെന്ത് പറയും എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ എന്നിങ്ങനെ സംശയം വന്നത്. അടുത്ത ചോദ്യം, നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണോ ജനിച്ചതെന്നായി. അടുത്ത ചോദ്യം, നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ മുത്തശ്ശിമാർ കുട്ടിക്കാലത്ത് ഈ കണ്ണന്റെ അവദാനങ്ങൾ പഠിപ്പിക്കാതെയാണോ നിങ്ങളെ വളർത്തിയതെന്നായി. ഞാൻ കഥ നീട്ടുന്നില്ല. ആ ഭാഗം സ്വാമിജിയെ അവർ ബാലലീലയുടെ പ്രേമപ്രഹർഷങ്ങളിലൂടെ വളരെ ദൂരം കൊണ്ടുപോയി. സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ശൈശവ പ്രേമമാണ് കൃഷ്ണൻ. അമ്മ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഗോവർദ്ധനത്തിൽ. എന്തു പ്രത്യേകത കൊണ്ടാണ് ഈ പർവ്വതത്തെ തേടി നിങ്ങൾ എത്തിയത്? എന്തെല്ലാം കാര്യങ്ങളുടെ അവദാനങ്ങൾ ഒന്നിച്ചിറങ്ങുന്നതാണ് ഈ മണ്ണ്. കഥ അല്പം അറിയുന്നത് കൊണ്ട് സ്വാമിജി പറഞ്ഞു, ഇവിടെയാണ് ആദ്യമായി ഒരു ബാലൻ പാരമ്പര്യനിഷ്ഠമായ കർമ്മകലാപത്തെ ചോദ്യം ചെയ്തത്.
നിഷ്കളങ്കമായൊരു ബാല്യം തന്റെ സമൂഹം അനുഷ്ഠിക്കുന്ന ഉത്സവ സദൃശ്യമായ ചടങ്ങിനെ ചോദ്യം ചെയ്യുക. അതിനു പകരം ശ്രേഷ്ഠമായ ഒന്നിനെ രൂപപ്പെടുത്തുക. അതിനെന്തു പേരാണ് നിങ്ങൾ പറയുക? ഇന്ദ്രന് മഴയ്ക്കായിക്കൊണ്ട് ലോകം നടത്തുന്ന ഒരു യജ്ഞവിധിയെ ചോദ്യം ചെയ്ത് ഗോവർദ്ധനത്തെ മുൻനിർത്തി യാഗം നടത്തുക. ഒരർത്ഥോക്തിയിൽ നിർത്തിയിട്ട് അവർ പറഞ്ഞു, ഹേ സ്വാമിജി, നിങ്ങൾ ഒരുപക്ഷെ വളരെ പഠിപ്പുള്ളവനാവും. നിങ്ങൾക്ക് ഇന്റലക്ച്വൽ ലിറ്ററസി വളരെ കൂടുതലാണ് ഇന്ത്യക്കാർക്ക്. അവരുപയോഗിച്ച പദമാണ് ഇന്റലക്ച്വൽ ലിറ്ററസി, ബൗദ്ധിക സാക്ഷരത. നിങ്ങൾക്കൊരു പൊട്ടു തൊടണമെങ്കിൽ അത് ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കണം. ലോകത്തിൽ ഒരു മതത്തിനും ഈ കാലഘട്ടത്തിൽ ഈ ഗതികേട് പറ്റിയിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ മതവും അനുഷ്ഠാനവും മരിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങളുടെ ബൗദ്ധിക സാക്ഷരത. തൊട്ടു മുമ്പിൽ വരുന്ന ഒരു അതിഥിക്കൊരു ഭക്ഷണം വിളമ്പണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മതങ്ങളെയും ജാതികളെയും പണ്ഡിതന്മാരെയും ബോധ്യപ്പെടുത്തിയിട്ട് വേണം ആ പാവന കർമ്മം നിങ്ങൾക്കിന്ന് നിർവഹിക്കാൻ. നിങ്ങൾക്കൊരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ആ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹത്തിന്റെ ചൈതന്യം ഇത്ര ശക്തമാണെന്ന് ഊർജതന്ത്രത്തിന്റെ അന്തർമണ്ഡലങ്ങളിൽ നിന്ന് പറഞ്ഞാലേ പോകാൻ പറ്റൂ. നിങ്ങളുടെ ബൗദ്ധിക സാക്ഷരത, തർജ്ജമ എന്റേതാണ്, തെറ്റുണ്ടാവാം, അവർ ഉപയോഗിച്ച പദം ഇന്റലക്ച്വൽ ലിറ്ററസി എന്നാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാനാവില്ല. കൃഷ്ണനും തദവദാനങ്ങളും ആ ഗോപന്മാരും ഗോപികളും ആനന്ദിച്ചത് നിങ്ങളുടെ ബൗദ്ധിക സാക്ഷരതയുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥം നിങ്ങൾ ഇന്ത്യക്കാർക്ക് പഠിക്കാനായിട്ടില്ല. നിങ്ങൾ പഠിപ്പിച്ചാൽ ഇതിന്റെ അന്തർമണ്ഡലങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറിപ്പറ്റാനാവില്ല. വൈഖരികൾക്കും വ്യാഖ്യാനങ്ങൾക്കും ബൗദ്ധികതയുടെ പരിവേഷം നൽകുമ്പോൾ ഭക്തി മറയുകയും യുക്തി അനാവശ്യമായി കടന്നു വരികയും ചെയ്യുന്നതാണ്. ഹൃദയം ലളിതമാകാതിരിക്കുകയും ബുദ്ധി വികലമാവുകയും ചെയ്യുന്നതാണ്. തന്റെ സഹപാഠിയെ നോക്കി ഒന്ന് ചിരിക്കാൻ, തൊട്ടടുത്തിരിക്കുന്നവന് എഴുതാതിരിക്കുന്ന അവന്റെ കയ്യിലേക്ക് തന്റെ കല്ലു പെൻസിൽ ഒന്ന് ഒടിച്ചു കൊടുക്കാൻ, അർത്ഥശാസ്ത്രം മുഴുവൻ പഠിച്ച് ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് പോകുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും ആനന്ദിക്കാനുള്ളവനല്ല. ഹൃദയം നിറയുന്നത് ബുദ്ധി മറയുന്ന മുഹൂർത്തങ്ങളിൽ മാത്രമാണ്. ബൗദ്ധിക
ഭൗതിക സാക്ഷരതയെ അവരുപയോഗിച്ച പദം ഇമോഷണൽ ലിറ്ററസി, വൈകാരിക സാക്ഷരത. മതത്തിന്റെ അനുഭൂതികൾ ഇന്ത്യയിൽ അതുകൊണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരിക്കലും കിട്ടില്ല. മുസ്ലിമിന് കിട്ടും. അവൻ വൈകാരികമായി സാക്ഷരനാണ്, സുശക്തമായി. ഇവിടെ നിന്നാണ് പറയുന്നതെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ശക്തിയിൽ പറയാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ പാഠങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഉരുവിട്ട് പഠിച്ചു നോക്കുക. സ്വാമിജിയുടെ വാങ്മയങ്ങൾക്ക് ശക്തി കൂടും എന്റേതിനേക്കാൾ. ഈ നിലയോടടുത്ത് സ്വാമിജി സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. രാമകൃഷ്ണ ഭക്തന്മാരോട് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു പറയുന്നത് അല്പം അഹങ്കാരമാകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ശരിയാണ് എന്ന് വിശ്വസിക്കാമോ? ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നല്ല. വിവേകാനന്ദ സ്വാമികളുടെ വാങ്മയങ്ങളിൽ ഒരു മുസ്ലിം ബോഡി ഇങ്ങനൊരു പ്രയോഗമുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. എന്തായാലും അമ്മ സ്വാമിജിയോട് പറഞ്ഞത് വൈകാരിക സാക്ഷരതയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിൽ മാത്രമേ ഈ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലിരുന്ന് നിങ്ങൾക്ക് കണ്ണനെ അറിയാൻ കഴിയും. നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ മഴ പെയ്യുന്നത് മല തടഞ്ഞിട്ടാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. തീർന്നപ്പോ ചോദിച്ചു, പ്രകൃതിയുമായി ഇത്രയേറെ സമരസപ്പെടുന്ന വൈകാരിക സാക്ഷരതയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയിൽ ഒരു തേജപുഞ്ചം പോലുയരുന്നതാണ് അപ്പോൾ കൃഷ്ണനല്ലേ? ഉത്തരം പറയാതവർ വഴുതി മാറി വീണ്ടും പറഞ്ഞു, ഓരോ ഗോപാംഗനയും ഓടിയെത്തുകയും ആ ഗോപാംഗനമാരെല്ലാം വീട്ടിലുണ്ടായിരിക്കുകയും ഗോപികാവൃന്ദത്തോടൊപ്പം രാസകേളിയാടുകയും ചെയ്യുമ്പോൾ രാസവിലാസലോലനായ ഗോപി, പശു, വാക്ക്, ശ്രുതി, ജീവാത്മ എല്ലാം ഗോപിയാണ്. മേദിനി, അമരകോശം അതൊക്കെ അവർ ഉദ്ധരിച്ചു. ജീവാത്മ പരമാത്മ സംശ്ലേഷണത്തിന്റെ അപൂർവ തലങ്ങളിലേക്ക് ഉയരുന്ന ആ കണ്ണനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്നായി. ആ ചർച്ച 1 മണിക്കൂറോളം നീണ്ടുവെന്നാണ് സ്വാമിജി തന്നെ പറഞ്ഞത്. ബാലലീല, പ്രകൃതിലീല, ഉദാരമായ ജീവാത്മ പരമാത്മ സംശ്ലേഷണമൊരുക്കുന്ന ലീല, കിങ്കിണിയും മുരളിയും കൈവെടിഞ്ഞ് കുരുക്ഷേത്ര സങ്കരത്തിൽ സാരഥിയായി വളർന്ന ദേവൻ താണുനിന്നു കുചേലന്റെ കാല് രണ്ടും കഴുകുന്ന ലീല. ഇതിലേതാണ് കൃഷ്ണൻ? എല്ലാമാണ്, ഒന്നുമല്ല. ലോകത്തിന് കൃഷ്ണനും കൃഷ്ണസങ്കല്പവും തന്ന 1000 പാരസ്പര്യങ്ങളുണ്ട്. ഭാരതത്തിന് ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാരസ്പര്യം ശൈശവത്തോട് ആദരപൂർവം ലോകം കൊടുക്കുന്ന പാരസ്പര്യങ്ങൾ അത്രയും കണ്ണന്റെ ബാലലീലയിൽ നിന്ന് ഉയർന്നതാണ്.
സഹപാഠികൾ തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ഉദാത്തവും അനുമേയവുമായ ലോകം കണ്ണൻ തന്നതാണ്. സന്ദീപനിയുടെ സാധനാലയത്തിൽ നിന്ന് ഒരു പിടി അവലിന്റെ കഥയുമായി ഒരു ദരിദ്രൻ ഒരു പിടി അവലുമായി തിരിച്ചെത്തുമ്പോൾ അവന്റെ പാദം കഴുകി വിളിച്ചാദരിച്ചിരുത്തി അവനറിയാതവന് സൗഭാഗ്യാതിരേകങ്ങൾ അത്രയും നൽകി സൗഹൃദം മറക്കാതെ സഹപാഠികൾ തമ്മിലുള്ള പാരസ്പര്യം ഏത് രാജ്യത്തെക്കാളേറെ ഈ രാജ്യത്തിന് വാഴ്ത്തി നൽകിയത് ഈ കണ്ണന്റെ അവദാനങ്ങളിൽ നിന്നാണ്. ആധുനികൻ എഴുതിയത് ഒരുമിച്ചൊരു ബെഞ്ചിൽ ഇരുന്നില്ലല്ലോ നമ്മൾ, മരണം വിരിക്കുന്ന മുട്ട നാം ഇട്ടില്ലല്ലോ എന്നാണ്. കലാലയ ജീവിതത്തിന്റെ സ്മരണകളും അവിടെ കോറിയിട്ട ഓട്ടോഗ്രാഫിലെ വാങ്മയങ്ങളും അതിനു മുന്നിൽ അതുല്യമായൊരു സൗഹാർദ്ദത്തിന്റെ പാരസ്പര്യം അത്രയും നൽകിയ കണ്ണൻ ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ അസാധ്യമായ വാങ്മയങ്ങൾ ഈ രാജ്യത്തിന് നൽകിയതും ആ കണ്ണൻ തന്നെയാണ്. തന്റെ ഗുരുകുലം എവിടെയും സൃഷ്ടിക്കാമെന്ന്, ഗുരു സഞ്ചരിക്കുന്നിടം അത്രയും ഗുരുകുലമാണെന്ന് പറയാൻ ശേഷിയുള്ള ഗുരുക്കന്മാരെ ഭാരതം പാരമ്പര്യത്തിൽ പണ്ടേ പ്രസവിച്ചിട്ടുണ്ട്. അതിലെന്തുകൊണ്ടും ഉജ്ജ്വലനാണ് കണ്ണൻ. ഞാൻ പഠിച്ചത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാനുള്ള വിദ്യയേക്കാളേറെ അതിന്റെ മാർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഗുരുക്കന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് പലപ്പോഴും ഭാരതം. വിദ്യയ്ക്ക് വില പറയുന്നവരുടെ നാടാണിന്ന് ഭാരതം. വിദ്യ കേൾക്കാനിരിക്കുന്നവൻ അത് ഉൾക്കൊള്ളുവാൻ അധികാരമുള്ളവനായിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതാണ് ഇന്ന് ഭാരതം. വിദ്യ ക്യാപ്സ്യൂളുകളിലാക്കി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നവരുടെയും നാടാണിന്ന് ഭാരതം. താൻ സഞ്ചരിക്കുന്നിടത്തൊക്കെ, താൻ സംസാരിക്കുന്നിടത്തൊക്കെ, താൻ നോക്കുന്നിടത്തൊക്കെ ഗുരുത്വവും ഗുരുകുലവും കണ്ട കണ്ണന്റെ നാടാണ് ഈ ഭാരതം. ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെയും ഗുരുത്വത്തിന്റെയും അവാച്യ ലോകങ്ങളെ മാനവ മനസ്സുകളിൽ അതീവ ശക്തിയായി അവതരിപ്പിച്ചിട്ടുള്ളത് കണ്ണനും ഗീതയുമാണ്. യുദ്ധക്കളത്തിൽ ആ ഗോപാല വിഗ്രഹം ചെന്നെത്തുന്നത് ഒരു യോദ്ധാവിന്റെ തേരാളിയായി മാത്രമാണ്. ഒരു തേരാളി യോദ്ധകാമനായ യോദ്ധാവിന്റെ അന്തർഗതങ്ങൾ മാറി മറിഞ്ഞ്
കാർപ്പണ്യദോഷോ ബഹത സ്വഭാവ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢചേതാ യത് ശ്രേയസ്യൻ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വം പ്രപന്നം എന്ന് നമസ്കരിക്കുമ്പോൾ ആ യുദ്ധക്കളത്തിൽ ഒരു ശിഷ്യൻ ഉദിക്കുകയും തേരാളി ഗുരുവായിത്തീരുകയും യുദ്ധക്കളം ഗുരുകുലമായിത്തീരുകയും ചെയ്യുമ്പോൾ ആ വചസ്സുകളുടെ ആരംഭം മുതൽ അന്ത്യം വരെ ഒരായുധവും ചലിച്ചില്ല, ഒരു വ്യക്തിയുടെയും ചലനമുണ്ടായില്ല. പക്ഷികൾ പാടിയില്ല, ആടിയില്ല, ആലില എന്നതുപോലെ ഒരു യുദ്ധക്കളത്തെ സജീവമായ അഹിംസയുടെ അനുമേയമായ ലോകങ്ങളിൽ ആ വൈഖരികൾ തന്നെ നിലനിർത്തിയെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നതെന്നറിയില്ല. ആ മദാമ്മ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ആയുധവർഷം തുടങ്ങി പ്രവൃത്തേ ശസ്ത്രസമ്പാദേ, ആയുധവർഷം തുടങ്ങിക്കഴിഞ്ഞ് ശിഷ്യൻ ഉദയം ചെയ്യുകയും കണ്ണൻ ഗുരുവായി മാറുകയും യുദ്ധക്കളം ഗുരുകുലമാവുകയും ചെയ്തപ്പോൾ കൃഷ്ണാർജുനന്മാർ തമ്മിൽ മാത്രമല്ലേ ഗീതാ ചർച്ച നടന്നുള്ളൂ. അപ്പുറത്ത് പാണ്ഡവന്മാരും കൗരവന്മാരും യുദ്ധം ചെയ്യുകയായിരുന്നില്ലേ? മഹാഭാരതം വായിച്ചിട്ടുണ്ടാവുമോ? അതോ എല്ലാവരും ആയുധം താഴെ വെച്ച് നിശബ്ദമായി ദുര്യോധനൻ ഉൾപ്പെടെ ആ ഭഗവത്ഗീത കേൾക്കുകയായിരുന്നുവോ? സർവസൈന്യാധിപന്മാരായിരുന്ന ഭീഷ്മനും ദൃഷ്ടദ്യുമ്നനും തമ്മിലുള്ള എഗ്രിമെന്റ് തന്നെ രാത്രിയിൽ യുദ്ധമില്ല, ആയുധമൊരാൾ താഴെ വച്ചാൽ യുദ്ധമില്ല. നിശബ്ദമധുരമായ ഒരു ഗുരുകുലത്തിലേക്ക് ഒരു യുദ്ധക്കളത്തെ മാറ്റുന്നവന് ധർമ്മമെന്നാണോ, പ്രേമമെന്നാണോ, ഭക്തിയെന്നാണോ, എന്തു പേരാണ് നിങ്ങളുടെ നാട്ടിൽ വിളിക്കുക? നിങ്ങളുടെ നാട്ടിലുണ്ടായ ചൈതന്യധന്യമായ ഈ ഇതിവൃത്തങ്ങളുടെ അന്തസത്തയിൽ ജനിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ എന്ന് അവാച്യമായ പ്രേമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അതിന് ഭക്തി എന്ന് നാമകരണം ചെയ്യുന്ന ആ പരമമായ വിദ്യയെ അർജുനനെ നിമിത്തമാക്കിയ യുദ്ധക്കളത്തിലുള്ളവർക്ക് ഉപദേശിച്ച, അത് പാനം ചെയ്ത് സുഹൃതികളാകുന്ന നിങ്ങൾക്ക് ഇനിയും കണ്ണൻ എന്താണെന്ന് തോന്നുന്നു? അപ്പോൾ കണ്ണൻ പ്രേമഭക്തിയുടെ ആ യുദ്ധക്കളത്തിന്റെ വിരിമാറിൽ നിന്ന് ഭക്തലോകത്തോട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, ശങ്ക കൂടാതെ പറയുന്നവനെ എന്തു പേരിൽ നിങ്ങൾ വിശേഷിപ്പിക്കും? ഇല്ല, ഇനിയും കണ്ണനെ ഞാൻ അറിയില്ല. എന്റെ അന്വേഷണത്തിന്റെ ബന്ധാവിൽ എന്നും ഈ കണ്ണൻ എനിക്കിനിയും അറിയാത്തവനായി എത്രയോ ജന്മങ്ങളിലുണ്ടാവും. വാചാമഗോചരമായ അവനെ അറിഞ്ഞാൽ ഞാൻ എവിടെയുണ്ടാവും എന്ന് പറഞ്ഞാണ് ആ യുവയോഗി മടങ്ങിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഒരു ദൃഷ്ടാന്തം മാത്രം പറയുന്നതിനുള്ള നേരമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയേണ്ടി വന്നില്ല. സമയക്കുറവിൽ അത് ഏൽപ്പിച്ച് പിൻവാങ്ങുമ്പോൾ ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് സ്വീകരിക്കുക. കണ്ണനെ തേടി അലയാവുന്നിടത്തോളം അലയുക. എത്ര അലയുമ്പോഴും കണ്ടു കിട്ടണമെങ്കിൽ ഉദരത്തിൽ, ഹൃദയത്തിൽ നോക്കുക. ഹൃദയത്തിലില്ലെങ്കിൽ എവിടെ അലഞ്ഞാലും കിട്ടില്ല. ഹൃദയത്തിൽ അലഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കണ്ടെത്തുവാൻ അവൻ തന്നെ വഴിയും വെളിച്ചവും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ അവദാനങ്ങളെക്കുറിച്ച് അല്പനേരം എങ്കിലും പറയാൻ കഴിയുന്നത് നാവിൻ്റെ പൂർവപുണ്യം കൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതിലെ തെറ്റുകൾ എൻ്റെ പാപമംഗിലമായ നാവിൻ്റെ വൃത്തിഹീനതയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് അതിനുള്ള ഭത്സനങ്ങൾ എന്നിൽ നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ അവദാനങ്ങൾ പറയുമ്പോൾ നാവ് ജാജ്വല്യമാനമായിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ നമസ്കാരങ്ങൾ ആ പാദരേണുക്കളിലായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരി ഓം.